ധർമ്മസ്ഥല കേസിൽ മാധ്യമവിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് വിധി പറഞ്ഞ ജഡ്ജി പഠിച്ചത് ധർമ്മസ്ഥല ട്രസ്റ്റിന്റെ കോളേജിലെന്ന വിവരം. ഇതോടെ കേസ് ഈ കോടതിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകർ അപേക്ഷ നൽകി. ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മറവു ചെയ്തെന്ന കേസിൽ മാധ്യമവിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള വിധി പറഞ്ഞ ജഡ്ജി പഠിച്ചത് ധർമ്മസ്ഥല ട്രസ്റ്റിന്റെ കോളേജിലാണെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ബംഗളൂരു കോടതി ജഡ്ജിയായ ബി വിജയകുമാർ റായ് ബംഗളൂരുവിലെ SDM ലോ കോളേജിലാണ് പഠിച്ചതെന്നും അതിനാൽ തന്നെ ഈ കോടതിയിൽ നിന്ന് കേസ് മാറ്റണമെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകർ അപേക്ഷ നൽകി. ഈ കോടതിയിലാണ് ധർമ്മസ്ഥല ട്രസ്റ്റ് കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത്. ഇതനുവദിച്ച കോടതി 8000-ഓളം വാർത്താ ലിങ്കുകൾ പിൻവലിക്കാനും ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച ഒരു യൂട്യൂബ് ചാനലിന് അനുകൂല വിധി ലഭിച്ചു. കേസ് വീണ്ടും പരിഗണിക്കാനാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതി തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റ് നടത്തുന്ന നിയമവിദ്യാഭ്യാസ സ്ഥാപനമാണ് SDM ലോ കോളേജ്. ബംഗളൂരു അഡീഷണൽ സിറ്റി സിവിൽ സെഷൻസ് കോടതി 10-ലെ ജഡ്ജിയാണ് വിജയകുമാർ റായ്. 2004-ൽ വിജയകുമാർ റായ് PP ഹെഗ്ഡെ എന്ന അഭിഭാഷകന്റെ ജൂനിയറായിരുന്നു. ധർമ്മസ്ഥല ട്രസ്റ്റുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ഈ അഭിഭാഷകന്റെ സ്ഥാപനമാണ്. അതേസമയം സാക്ഷി ചൂണ്ടിക്കാണിച്ച സ്പോട്ടുകൾ പരിശോധന നടത്താൻ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിക്കണമെന്നും അഭിഭാഷകർ ആവശ്യപ്പെട്ടു. പരമാവധി 15 മീറ്റർ ആഴത്തിലുള്ള വസ്തുക്കളെക്കുറിച്ച് ഏകദേശ സിഗ്നലുകൾ GPR ലഭിക്കും. ഉയർന്ന ഫ്രീക്വൻസിയിൽ കൂടുതൽ വ്യക്തതയുള്ള ദൃശ്യങ്ങളും ലഭിക്കും. എന്നാൽ ഉയർന്ന ഫ്രീക്വൻസിയിൽ പരമാവധി 1 മീറ്റർ ആഴത്തിൽ പരിശോധിക്കാനാകൂ. ധർമ്മസ്ഥലയിലെ കാട്ടിലെ ദുഷ്കരമായ ഭൂമിയിൽ GPRകൾ കാര്യക്ഷമമായേക്കില്ലെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.